പോപ്കോൺ കിട്ടി ഗൈസ്, പോപ്കോൺ. അപ്പൂപ്പ മാറുന്നില്ല, കാണുന്നില്ല. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ ടൈറ്റിൽ കണ്ട പോലെ തന്നെ ഇന്ന് നമ്മളൊരു സ്ഥലത്ത് പോവാം. എൻ്റെ അച്ഛൻ്റെ ഓഫീസിൽ അവിടെ നടത്തുന്ന ഒരു സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് പ്രോഗ്രാമിലേക്ക് പോവാണ്. അപ്പം ഞാൻ ഓൾറെഡിയാണ്, നമ്മൾ ഇറങ്ങാൻ പോവുക. അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. അപ്പം എൻ്റെ ഔട്ട്ഫിറ്റ്, this is my outfit. A baggy t-shirt, baggy jeans, mala kamal. Bye. അങ്ങനെ നമ്മളിവിടെ എത്തി ഗൈസ്. അപ്പോൾ ഇതാ കഥ തുറക്കുമ്പോഴേ മനസ്സിലാവുന്ന നല്ല കാറ്റുണ്ട്, ഭയങ്കര കാറ്റാണ്. കാറ്റുമുണ്ട് വെയിലുമുണ്ട്. അങ്ങനെ നടന്ന് നമ്മൾ ഇവിടുന്ന് ഇനിയും ആ ക്ലബിലോട്ട് പോകുന്നത് ഷട്ടിൽ സർവീസ് ബസ്സുണ്ട്. അപ്പോൾ അതിനകത്ത് കയറിയായിരിക്കും പോകുന്നത്. അതെ, ആ കിടക്കുന്ന ബസ്സിലാണ് നമ്മൾ കയറാൻ പോകുന്നത്. അപ്പം ഞാൻ ബസ്സിൽ കയറട്ടെ. യെസ്, കയറി സീറ്റിലിരുന്നു. അപ്പം നമ്മൾ 3 പേരേ ഉള്ളൂ, അച്ഛനും അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ പോവാണ്. അപ്പോൾ ഒരു 2 മിനിറ്റ്സ് ട്രാവലേ ഉണ്ടായിരുന്നത്. 2 മിനിറ്റ്സിൽ തന്നെ വേഗം തന്നെ നമ്മളവിടെ എത്തി. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റോയൽ ഗോൾഫ് ക്ലബ്ബാണ്. ഇതാണ് അപ്പോൾ ആ സ്ഥലം. ഇനി ഞാൻ വോയിസ് ഓവർ ചെയ്യേണ്ട ആവശ്യമില്ല, എൻ്റെ വോയിസ് ഓൾറെഡി ഉണ്ട്. റോയൽ ഗോൾഫ് ക്ലബിലെത്തി നമ്മൾ. ഞാൻ അകത്തോട്ട് പോയിട്ട് കാണാം എന്തൊക്കെയോ പരിപാടീസ്, എന്തൊക്കെയോ ഉണ്ട്. അത് നല്ല കാറ്റുണ്ട്. കാറ്റില്ലാത്ത സ്ഥലത്ത് നല്ല വെയിലുണ്ട്. തൊപ്പി എടുക്കണമായിരുന്നു. വീട്ടിനകത്തിരിക്കുന്നതുകൊണ്ട് പുറത്ത് ചൂടാണോ, ചൂടാണെന്നല്ല, വെയിലാണെന്നൊന്നും അറിയാൻ പറ്റത്തില്ല. കാറ്റുണ്ടോയെന്ന് അകത്തിരുന്നാൽ അറിയാൻ പറ്റില്ല. അതുകൊണ്ട് തൊപ്പി എടുത്തില്ല. നോ തൊപ്പി. ബട്ട് നൈസ്. ഇപ്പം സമയം എത്രയായി? 4 ആയെന്ന് തോന്നുന്നു. കുറച്ച് കഴിയുമ്പം വെയിൽ ഡൗൺ ആവും. ഓക്കെ, അത് കണ്ടോ അവിടെ കാണുന്ന സിപ്പ് ലൈനാണ്. ഇപ്പം ഇവിടുന്ന് ആ സൈഡിൽ ചെയ്ത് പോയതാ. അപ്പം നമുക്ക് എൻട്രി ഉണ്ടെന്നുണ്ടെങ്കിൽ വിൽ സി. മേ ബി ഞാൻ ചിലപ്പം സിപ്പ് ലൈനിൽ കയറുമായിരിക്കും, അറിയില്ല, നോക്കാം. കണ്ട ആൾക്കാർ പോകുന്നത് അവിടുന്ന്. അപ്പം എൻട്രി, അയ്യോ അങ്ങോട്ടേക്ക് ഓടിച്ചെല്ലട്ടെ, കയറാൻ പോവാ. അകത്തെത്തി ഗൈസ്. ഫുഡിൻ്റെ പണം. ഞാനല്ല, വേറെ ആൾക്കാരാണ്. ഞാൻ പോകുമ്പോൾ ഞാനാണെന്ന് പറയും. ഇവിടെ പിള്ളേർക്ക് ചാടി കളിക്കാനുള്ള സ്ഥലമുണ്ട്. അവിടെ 2 ഫുഡ് സ്റ്റാളുണ്ട്. ഇവിടെ എന്തൊക്കെയൊക്കെയോ ഉണ്ട്. അതിൽ പോയി ഞാൻ നോക്കട്ടെ. എനിക്ക് ഗോൾഫ് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ട്. ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടോ ഗോൾഫ്? ഫോണിൽ കളിച്ചിട്ടുണ്ട്. പോപ്കോൺ കിട്ടി ഗൈസ്, പോപ്കോൺ.
ഒരാൾ എൻ്റെ കൂടെ വരണം, എന്നാലേ താഴെ നിന്ന് ഒരാൾ വീഡിയോ എടുക്കണം. രണ്ട് കള്ളവേഷമിട്ട അപ്പൂപ്പന്മാർ അടുത്ത സൈഡിൽ ജഗ്ലിങ് ചെയ്യുന്ന ഒരു ജഗ്ലർ. പക്ഷെ അപ്പൂപ്പന്മാരെന്നില്ല കാണുന്നില്ല. അപ്പം ഇതെന്താന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്? ഇതാണ് രജിസ്ട്രേഷൻ. ഒരു മറ്റേ സിപ്പ് ലൈനിൽ കയറുന്നതിന് മുമ്പേ നമ്മൾ അവരുടെ അതിനകത്ത് രജിസ്റ്റർ ചെയ്ത് സബ്മിറ്റ് കൊടുക്കണം. അപ്പോൾ അതിനകത്ത് നമ്മൾ ഡേറ്റ് ഓഫ് ബർത്തും മെയിൽ ID യും ഫോൺ നമ്പറും ഒക്കെ കൊടുത്ത് ഏജൊക്കെ കൊടുത്ത് ടേംസ് ആൻഡ് കണ്ടീഷനൊക്കെ അക്സെപ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ സിപ്പ് ലൈനിൽ കയറാൻ പോകുന്നത്. അപ്പം ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ നമുക്കൊരു ബാൻഡ് കയ്യിൽ കെട്ടി തന്നു. രജിസ്റ്റർ ഒക്കെ ചെയ്ത് ഗൈസ്, ബാൻഡ് കിട്ടി. ബാൻഡ് ഇനി മുകളിൽ പോവാ. താഴെ നമ്മ വീഡിയോ എടുക്കാം. ലെറ്റ്സ് ഗോ ഗൈസ്. ഞാൻ പണ്ട് എക്സ്കർഷന് കൂർഗിൽ പോയപ്പോൾ പോയിട്ടുണ്ട്. ഞാൻ വലിയ കാര്യത്തിൽ നടന്ന് പോകാൻ തുടങ്ങിയപ്പോൾ അവർ പറഞ്ഞു പോവല്ലേ, ഹെൽമെറ്റും ഹാർനസ്സൊക്കെ കെട്ടണം, എല്ലാം സെറ്റ് ചെയ്തിട്ട് വേണം മുകളിൽ പോകാൻ. ഞാൻ കുറേ എന്തൊക്കെയോ കേട്ടിട്ടുണ്ട് ഗൈസ്. മുകളിലോട്ട് പോവാം. എൻ്റെ വീട്ടുകാരൊന്നും കാണാനില്ലല്ലോ ഇവിടെ. ഫോൺ ആരുടെയും കൊടുക്കുന്നുണ്ട്. എനിക്ക് സത്യം പറയാലോ, സംസാരിച്ച് ആ ഒരു ഫ്ലോയിൽ ഞാൻ നിങ്ങളുടെ കൂടെ സംസാരിച്ച് കാര്യം പറഞ്ഞ് കയറാന്നൊക്കെ പറഞ്ഞ് ഹാർനസ് ഒക്കെ ഇട്ടങ്ങ് പോയി. പക്ഷെ മുകളിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഒറ്റയ്ക്കായപ്പോൾ മൊത്തത്തിൽ അയ്യോ ഭയങ്കര പേടിയായിരുന്നു. ലൈക്ക് ആ ഒരു ഫസ്റ്റ് ആ ഒരു സ്റ്റെപ്പ് ഇറങ്ങാനൊക്കെ പറയുന്നുണ്ട്. ആ സ്റ്റെപ്പ് ഇറങ്ങുന്ന സമയമൊക്കെ അയ്യോ ഭയങ്കര ഹൈറ്റ് അത് ഇതൊക്കെ ഒന്ന് ഭയങ്കര പേടി. പക്ഷെ ഫ്രണ്ടിലോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് സീനില്ല, ഓക്കെ ആയിരുന്നു. അത് മൂവ് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും ഫൈൻ. ബട്ട് സ്റ്റിൽ ആ ഒരു മൊമെന്റ് വാസ് ലൈക്ക് ഇവിടെ എനിക്ക് ഫിയർ ഓഫ് ഹൈറ്റ്സ് ഇല്ല, അതുകൊണ്ട് മേ ബി വലിയ സീൻ തോന്നിയിട്ടുണ്ടാവില്ല. പിന്നെ റൈറ്റ്സ് ഒക്കെ നമ്മൾ കയറുമ്പോഴത്തേക്ക് എങ്ങനെ പോവുകയൊക്കെ ചെയ്യുമല്ലോ, അതുകൊണ്ട് ഇരുന്ന് മൂവ് ആയി കഴിയുമ്പോൾ തൊട്ട് നോ ഇഷ്യൂസ്. ബട്ട് അതുവരെ എനിവേസ് ഐ ആം ഹാപ്പി ഐ ഡിഡ് ഇറ്റ്. അതിന് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇവിടെ നിറയെ പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പകത്തോട്ട് കയറി കേട്ടോ. ഞാൻ കഥ പറഞ്ഞ് കാണിച്ചല്ലോ. ഇത് കണ്ട് ഈ ഇതായിരുന്നു എൻട്രൻസ്. വെൽക്കം എന്ന് പറഞ്ഞ നമ്മൾ പകത്ത് കയറി. നമ്മളിത് വഴി ഇവിടെ ഒരു കുറേ പെയിൻറ്റിങ്സ് വിൽക്കുന്നതാണ്. എന്താ സംഭവം? 150 ബീഡിക്കോ? എന്നിട്ട് ദൈവമേ 35,000 രൂപ. 150 ബീഡി എന്ന് പറയുമ്പോൾ അതെ 35,000 രൂപ ഒരു പെയിൻറ്റിങ്ങിന് സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈസ്. അവരുടെ ഹാർഡ് വർക്കല്ലേ. ഇത് കറക്റ്റ് ഗോൾഫ് ക്ലബിൻ്റെ അകത്ത് നമ്മൾ വന്നു, കണ്ടില്ലേ? ഗ്രീൻ അവരുടെ ആ ഗോൾഫ് ക്ലബിൻ്റെ അവർ ഗോൾഫ് കളിക്കുന്നുണ്ടോ? എനിക്കും കളിക്കണം. നമുക്ക് വരുന്നവർക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഉണ്ടാവും എന്നാണ് എൻ്റെ തോന്നൽ. എവിടെയെങ്കിലും ഒന്ന് ജസ്റ്റ് സാധനം കൈ പിടിച്ച് ചുമ്മാ ബോൾ തട്ടാനെങ്കിലും ചാൻസ് വരുമല്ലോ. തരണം, നോക്കാം. കാറ്റ് എനിക്കിഷ്ടമല്ല കാറ്റ്. ഇപ്പം വലിയ സീനില്ല. പണ്ട് എന്നൊക്കെ പറഞ്ഞാൽ കാറ്റടിക്കുമ്പോഴത്തേക്കും മുടി ഭയങ്കരമായിട്ട് ഇങ്ങനെ ടാങ്കിൾഡ് ആവും, ഉടക്ക് വീഴും. ഇപ്പം വലിയ സീനില്ല എന്ന് തോന്നുന്നു.
കേട്ടോ. അതിൽ നിന്ന് ഓയിസ്റ്റർ ഷെല്ലിനകത്തും ഒരു പേൾ എടുക്കും. അത് കണ്ടോ, കാർവ് ചെയ്ത് ആയിരിക്കുന്ന ബോട്ട് പോലത്തെ സാധനങ്ങളുണ്ട്. മെർച്ചൻഡൈസ് ഒക്കെ ഉള്ള സ്റ്റോർ. മൊത്തം ഗോൾഡ്. പിന്നെന്താ പറയുക, ഗോൾഡ് അറിയില്ല. ഗോൾഡ് സ്റ്റിക്ക്. higher or lower? I think higher. So I would say 34. 34. Pins. How are you? Good, how are you, sir? Great. 50. Hi, golf ball. കേട്ടല്ലേ? ഇത് കണ്ടോ ഗൈസ്, നല്ല രസമല്ലേ കാണാൻ. 3D പ്രിൻ്റർ, 3D പ്രിൻ്ററിൽ പ്രിൻ്റ് ചെയ്തതാണ്. നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങുക ഗൈസ്. ഒരു പോപ്കോണും ഞാൻ വാങ്ങി ഇറങ്ങി. ഇത്രയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. എന്നാലും ഗോൾഫ് കളിക്കാൻ പറ്റിയില്ല. ഐ എം സാഡ് അബൌട്ട് ദാറ്റ്. കുഴപ്പമില്ല. അതിന് പകരം ബാക്കിലുള്ള സിപ്പ് ലൈനിൽ കയറാൻ പറ്റിയല്ലോ. അപ്പോൾ ചലിക്കട്ടെ. ഭയങ്കര കാറ്റാ ഗൈസ്. അപ്പോൾ എൻ്റെ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ അറിയാലോ, ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ആഴ്ച വീണ്ടും വരാം. Until then, this is me, Aishu, signing off from Aishu Teaspoon. Bye, love you lots.